നമ്മളിപ്പോഴും ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. അവിടെ ടെറ്റ്ലീസ് ലേക്കിൻ്റെ അടുത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അവിടുത്തെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ട് ഇങ്ങനെ പോകുന്ന കാഴ്ച കാണാം. അതിനുശേഷം നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലേക്കാണ്. സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ മനോഹരമായ ചർച്ചുകൾ കാണാം. അങ്ങ് ദൂരെ ഒരു കുരിശ് നിൽക്കുന്ന കാഴ്ച അങ്ങ് ദൂരെ അത് വ്യക്തമായിട്ട് കാണാം. അത് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നല്ല മനോഹരമായിട്ടൊരു വലിയ കുരിശാണ് അവിടെ കാണുന്നത്. ആ കുരിശൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വലിയ പാലത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജർമ്മനിയുടെ ബോർഡറാണ്. ആ ബോർഡറിൽ നമ്മൾ വീഡിയോ പിടിക്കലെന്ന് വ്യക്തമായിട്ട് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ വീഡിയോ പിടിക്കുന്നില്ല. അതിനുശേഷം സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡറിലോട്ട് നമ്മൾ കയറുകയാണ്. മനോഹരമായ ഒരു തുരങ്കമാണ്. ആ തുരങ്കം അങ്ങോട്ട് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡർ. അപ്പോൾ ഇതാണ് ബോർഡർ. ഇവിടെ പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മളത് കടന്നു പോകുന്ന റെയിൻഫോൾ വാട്ടർഫോൾ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ നിയറായിട്ടാണ് നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ കയറി കഴിഞ്ഞു. അപ്പോൾ അങ്ങ് ദൂരെ കാണാം, ഈ കാണുന്നതാണ് റെയിൻഫോൾ വാട്ടർഫോൾ. എൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനടുത്ത് ചെന്നിട്ട് മറ്റ് കാഴ്ചകൾ കാണിക്കാവുന്നതാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ റെയിൻഫോൾ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അത് സ്വിറ്റ്സർലൻഡിലാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അത് കാണുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ എത്തിയിരിക്കുന്നത്. കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നിട്ട് വേണം പോകാൻ. ധാരാളം ആളുകളുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ ധാരാളം പേര് ഫോട്ടോ എടുക്കുന്ന കാണാം. അവിടെ ധാരാളം പേര് ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് വരെ ബോട്ട് പോവും. അതുകൊണ്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയ സാമ്യമൊക്കെ ഉണ്ട്, പക്ഷെ വലുപ്പമില്ലെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു കൊച്ചു ട്രെയിനുണ്ട്. അതിൽ കയറി ഇവിടെ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ട്രെയിനാണ്. ഇവിടെ ഒരു മനോഹരമായ തടി കൊണ്ടുണ്ടാക്കിയ ഒരു പശുവിനെ ഒരു ബെല്ലൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ബെല്ല് കണ്ടുപിടിച്ചത് സ്വിറ്റ്സർലൻഡിലാണ്. അപ്പോൾ ആ പശുവിൻ്റെ അവിടെ ഒരു ബെല്ല് കൊടുത്തിരുന്ന ബെല്ല് കണ്ടുപിടിച്ചത് സ്വിറ്റ്സർലൻഡുകാരാണ്. എന്തിനാണ് പശുവിൻ്റെ കഴുത്തിൽ അവർ ബെല്ലുകൾ തൂക്കിയിട്ടിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനത്തിലെ പശുക്കളെയും നാട്ടിലെ പശുക്കളെയും തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇപ്പം സുവനീറുകളൊക്കെ എല്ലായിടത്തും വിൽക്കുന്ന ഷോപ്പുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചെറിയ തടിപ്പാലത്തിൽ കൂടെ കയറിയാണ് ബോട്ട് ട്രിപ്പിനായിട്ട് പോകുന്നത്. അവിടെ ഒരു പട്ടിയും കൊണ്ടൊരു ചേച്ചി ഇരിപ്പുണ്ട്. ഓക്കെ, സ്വിറ്റ്സർലൻഡ് എത്രയും മനോഹരമായ രാജ്യമാണ്. ഓരോ സംഭവവും അവർ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ തടിപ്പാലത്തിലൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിനായിട്ടുള്ള ട്രിപ്പിന് വേണ്ടി പോകുന്നത്. അതൊരു വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും മിക്കവാറും ഞാൻ കാണിക്കുന്നത്. അത് ഇതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല, അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ഇവിടെ വെള്ളത്തിൽ ചെറിയ മീനുകളെയൊക്കെ കാണാം. ഒരു ചെറിയ കേവ് ഉണ്ട് അവിടെ.